മധ്യകാല ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹികാവസ്ഥ വിശദമാക്കുന്ന മെഡീവൽ ഇന്ത്യ, സൊസൈറ്റി, റിസോഴ്സ് ആൻഡ് ട്രേഡ്. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം എന്ന യൂണിറ്റിന്റെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മുഗൾ ചക്രവർത്തി ബാബറിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിൽ നിന്നുള്ള ഒരു ഭാഗത്തോടെയാണ് പാഠം ആരംഭിക്കുന്നത്. മധ്യകാല ഇന്ത്യയെക്കുറിച്ച് കുറേയേറെ വിവരങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെമ്മയർ ഓഫ് മുഗൾ എംപറർ ബാബർ? മുഗൾ ചക്രവർത്തി ബാബറിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താണ്? ബാബർ നാമ. എന്താണ് ബാബർ നാമ? മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ് ബാബർ നാമ. ബാബർ നാമയിൽ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. കമ്പയർഡ് ടു അതർ കൺട്രീസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ്. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായ അത്ഭുതമുളവാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അടുത്തു പറയുന്നത് ദ മൗണ്ടെയ്ൻസ്, റിവേഴ്സ്, ഫോറസ്റ്റ്സ് and deserts here are unique. The animals, plants, people, languages, rain and wind are all diverse. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും വൈവിധ്യമാർന്ന വിഭവങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ഇന്ത്യ എന്നാണ് ബാബർ നാമയിലൂടെ ബാബർ പറയുന്നത്. ഒരു ഭരണാധികാരിയുടെ കുറിപ്പെന്ന നിലയിൽ ഔദ്യോഗിക വിവരണമായി ഇതിനെ നമുക്ക് കണക്കാക്കാം. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഗ്യാദർ അബൌട്ട് ഇന്ത്യ ഫ്രം ബാബർ നാമ? ബാബർ നാമയിൽ നിന്നും ഇന്ത്യയെക്കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ബാബർ സ്പീക്സ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ. ബാബർ നാമയിലൂടെ ബാബർ എന്തിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്? ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയെപ്പറ്റി എന്താണ് പറയുന്നത്? ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വളരെ വിഭിന്നമാണ് എന്ന് ബാബർ നാമയിലൂടെ ബാബർ പറയുകയാണ്. ദ മൗണ്ടെയ്ൻസ്, റിവേഴ്സ്, ഫോറസ്റ്റ്സ് ആൻഡ് ഡിസേർട്സ് ഹിയർ ആർ യൂണിക്. ദ ആനിമൽസ്, പ്ലാന്റ്സ്, പീപ്പിൾ, ലാംഗ്വേജസ്, റെയിൻ ആൻഡ് വിൻഡ് ആർ ആൾ ഡൈവേഴ്സ്. ഇവിടത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ബാബർ നാമയിൽ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മധ്യകാലഘട്ടത്തിൽ ഒരുപാട് ദേശങ്ങളിൽ നിന്ന് നിരവധി സഞ്ചാരികൾ ഇന്ത്യയിലെത്തി. അവരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് എന്തായിരിക്കാം? It is this diversity and prosperity that attracted the foreign travelers to India during the medieval period. ഈ വൈവിധ്യങ്ങളും വിഭവസമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. What were the factors that attracted the foreign travelers to India during the medieval period? മധ്യകാലഘട്ടത്തിൽ വിദേശ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? The diversity and prosperity of resources that existed in India attracted the foreign travelers during the medieval period. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയും പ്രോസ്പിരിറ്റി ഓഫ് റിസോഴ്സസും. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യത, പ്രോസ്പിരിറ്റി ഓഫ് റിസോഴ്സസ് അതായത് വിഭവസമൃദ്ധി. ഇന്ത്യയുടെ വൈവിധ്യങ്ങളും വിഭവസമൃദ്ധിയുമാണ് മധ്യകാലഘട്ടത്തിൽ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അടുത്തു പറഞ്ഞിരിക്കുന്നത് their travelogues help us to comprehend the socio-economic conditions of that period. അക്കാലത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ സഹായിക്കുന്നു.
അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച പല ദേശങ്ങളിൽ നിന്നെത്തിയ സഞ്ചാരികൾ ഇവിടെ കണ്ട സാഹചര്യങ്ങളും അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാലത്തെക്കുറിച്ച് സൂചന തരുന്ന സുപ്രധാന സ്രോതസ്സുകളാണവ. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽബരൂനി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങളിൽ നിന്നുള്ള ഭാഗമാണ് ഇനി ഇവിടെ നൽകിയിട്ടുള്ളത്. ഹു വാസ് ദ ട്രാവലർ റീച്ച്ഡ് ഇന്ത്യ ഫ്രം സെൻട്രൽ ഏഷ്യ? മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരി ആരാണ്? ആരായിരുന്നു മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരി? അൽബറൂനി. അൽബറൂനി ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ AD 973 ജനിച്ചു. സംസ്കൃതം ഉൾപ്പെടെ ലോകഭാഷകൾ സ്വായത്തമാക്കി. മുഹമ്മദ് ഗസ്നിയുടെ പണ്ഡിത സദസ്സിലെ പ്രധാനിയായിരുന്നു. ഇന്ത്യയുടെ വിവിധയിടങ്ങളിൽ യാത്ര ചെയ്ത് അതിലൂടെ ലഭിച്ച വിവരങ്ങൾ കിതാബുൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. അൽബറൂനിയുടെ വിവരണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോർ ഫാമിംഗ് സിറിയൽസ് ആൻഡ് ഗ്രേസിംഗ് കേറ്റിൽ ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വെർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ്. ഫാമിംഗ് സിറിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനെയാണ്. ഗ്രേസിംഗ് കേറ്റിൽ എന്ന് പറഞ്ഞാലോ കന്നുകാലികളെ മേയ്ക്കുന്നത്. അപ്പോൾ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണമായിരുന്നു. സിമിലർലി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഓൺ ഇൻകം ഫ്രം ട്രേഡ്. അതുമാത്രമല്ല, ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കണമായിരുന്നു. 1/6 ഓഫ് ദ ഇൻകം വാസ് ടു ബി സ്പെൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ കൺട്രി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വരുമാനത്തിന്റെ 1/6 ഭാഗം നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽബറൂനി എന്ന സഞ്ചാരിയുടെ വിവരണത്തിൽ പറയുന്നത് എന്തൊക്കെയാണ്? ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിന്റെ 1/6 ഭാഗം നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. അൽബറൂനിയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് അക്കാലത്തെ തൊഴിലും നികുതിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വാട്ട് ആർ ദ ഓക്യുപ്പേഷൻസ് ആൻഡ് ടാക്സസ് മെൻഷൻഡ് ഇൻ ദ ട്രാവലോഗ് ഓഫ് അൽബറൂനി? അൽബറൂനിയുടെ യാത്രാവിവരണത്തിൽ പരാമർശിച്ചിട്ടുള്ള തൊഴിലുകളും നികുതികളും ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. പ്രധാനപ്പെട്ട തൊഴിൽ ഏതായിരുന്നു? കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ. ഗ്രേസിംഗ് കേറ്റിൽ ആൻഡ് ട്രേഡ് വെയർ ഓൾസോ പ്രാക്ടീസ്ഡ്. ഗ്രേസിംഗ് കേറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലികളെ മേയ്ക്കൽ. ട്രേഡും, അതായത് കച്ചവടവും നടത്തിയിരുന്നു. ടാക്സസ് അറ്റ് ദാറ്റ് ടൈം വെയർ ലാൻഡ് റവന്യൂ, ഗ്രേസിംഗ് ടാക്സ് ആൻഡ് ട്രേഡ് ടാക്സ്. അക്കാലത്തെ നികുതികൾ ഏതൊക്കെയാണ്? ഭൂമിക്കരം, മേച്ചിൽക്കരം, കച്ചവട നികുതി. ഇത്തരത്തിൽ 3 തരം നികുതിയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് ടാക്സസ് ഏതൊക്കെയാണ്? ലാൻഡ് റവന്യൂ, ഗ്രേസിംഗ് ടാക്സ് ആൻഡ് ട്രേഡ് ടാക്സ്. ഭൂമിക്കരം, മേച്ചിൽക്കരം, കച്ചവട നികുതി. ഇനി അക്കാലത്തെ പ്രധാന കാർഷിക വിളകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. വാട്ട് വെയർ ദ മേജർ ക്രോപ്സ് ഇൻ മെഡീവൽ പീരീഡ്? മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിളകൾ എന്തൊക്കെയായിരുന്നു? കോട്ടൺ, സീരിയൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ. ഏതൊക്കെയാണ്? കോട്ടൺ. കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി. സിറിയൽസ്, ധാന്യങ്ങൾ. പൾസസ്, പയറുവർഗ്ഗങ്ങൾ. ഇൻഡിഗോ, നീലം. ഷുഗർ കെയിൻ, കരിമ്പ്. ഏതൊക്കെയാണ്? പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. അക്കാലത്തെ ഭരണാധികാരികൾ കൃഷിയെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇൻ ദിസ് പീരീഡ് there was plenty of cultivable land in India that was kept uncultivated. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷിയിറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. Those who first cultivated in such land were granted its ownership right. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കരുതി അന്നത്തെ ഭരണാധികാരികൾ ചെയ്തത് എന്താണെന്നറിയാമോ? കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷിയിറക്കാത്തതുമായ ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. The hard-working farmers tried to win the ownership of such land in this way. അപ്പോൾ സ്വാഭാവികമായും ഈ കൃഷിഭൂമി സ്വന്തമാക്കാൻ കരുതി കൃഷിയോട് താല്പര്യമുള്ള കർഷകർ അത്തരം ഭൂമിയിൽ ധാരാളമായി കൃഷി ചെയ്യാൻ തുടങ്ങി. Let us see the steps taken by rulers for the progress of agriculture.
കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കൂ. എന്തൊക്കെ കാര്യങ്ങളാണ് അക്കാലത്തെ ഭരണാധികാരികൾ കാർഷിക പുരോഗതിക്കായി ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. സപ്ലൈഡ് സീഡ്സ്, വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ, നികുതി ഇളവുകൾ നൽകി. കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ ചെയ്തത് എന്തൊക്കെയാണ്? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. സപ്ലൈഡ് സീഡ്സ്, വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ, നികുതി ഇളവുകൾ നൽകി. ഇതുമാത്രമായിരുന്നില്ല കാർഷിക പുരോഗതിക്കായി അക്കാലത്തെ ഭരണാധികാരികൾ ചെയ്തത്. ഇൻ ദ മെഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് ഇഖ്ത ഡ്യൂറിംഗ് ദ സൽത്തനത്ത് പീരീഡ് ആൻഡ് ജാഗിർദാരി ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെടുന്നു. ഓർമ്മിച്ചു വയ്ക്കുക, വാട്ട് ഈസ് ഇഖ്ത ആൻഡ് ജാഗിർദാരി? എന്താണ് ഇഖ്തയും ജാഗിർദാരിയും? ഇൻ ദ മെഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് ഇഖ്ത ഡ്യൂറിംഗ് ദ സൽത്തനത്ത് പീരീഡ് ആൻഡ് ജാഗിർദാരി ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടു. ഇഖ്തയും ജാഗിർദാരിയും മനസ്സിലായല്ലോ. ഇനി പാഠപുസ്തകത്തിൽ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ സൽത്തനത്ത് ആൻഡ് ദ മുഗൾ പീരീഡ്സ്. സൽത്തനത്ത് മുഗൾ ഭരണകാലഘട്ടങ്ങളിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വിശദമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ ഉത്തരം. എന്തൊക്കെയാണ്? ഇൻ ദിസ് പീരീഡ് there was plenty of cultivable land in India that was kept uncultivated. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷിയിറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. Those who first cultivated in such land were granted its ownership right. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷിയിറക്കാത്തതുമായ ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. The hard-working farmers tried to win the ownership of such land in this way. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു. The rulers arranged irrigation facilities. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. Supplied seeds. വിത്തുകൾ വിതരണം ചെയ്തു. ആൻഡ് ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ. നികുതി ഇളവുകൾ നൽകി. As a result, the agriculture progressed. ഇതിന്റെ ഫലമായി കാർഷിക വൃത്തി പുരോഗതി പ്രാപിച്ചു. അക്കാലത്ത് കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ ചെയ്ത നടപടികൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തു പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ, മെനി ഒക്യുപ്പേഷൻസ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജസ്. വാട്ട് മൈറ്റ് ബി ദേ? കൃഷിയോടൊപ്പം കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. അവ എന്തൊക്കെയായിരിക്കാം? മെറ്റൽ വർക്ക്. മെറ്റൽ വർക്ക് എന്ന് പറഞ്ഞാൽ ലോഹപ്പണി. അതോടൊപ്പം വുഡൻ വർക്ക്, മരപ്പണി. മേക്കിംഗ് ഇറിഗേഷണൽ ടൂൾസ്, ജലസേചനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ നിർമ്മാണം. മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ്, കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണം. ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കൈത്തൊഴിലുകൾ ഗ്രാമീണ ജനത ചെയ്തിരുന്നു. ഇനി ഈ കാലത്ത് നഗരങ്ങളിലെ ജനങ്ങൾ ചെയ്തിരുന്ന തൊഴിലുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് വെയർ ദ മേജർ ഒക്യുപ്പേഷൻസ് ഇൻ ടൗൺസ് ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡ്? ഏതൊക്കെ തൊഴിലുകളായിരുന്നു മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങളിൽ നിലനിന്നിരുന്നത്? വീവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വെയർ ദ മേജർ ഒക്യുപ്പേഷൻസ് ഇൻ ടൗൺസ്. വീവിംഗ്. വീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്ത്ത്. ഹാൻഡിക്രാഫ്റ്റ്സ്, കൈത്തൊഴിലുകൾ. അപ്പോൾ നെയ്ത്തും കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജനങ്ങളുടെ പ്രധാന തൊഴിലുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അക്കാലത്തെ പ്രധാന തൊഴിൽ കൃഷിയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഈ കാർഷിക മേഖല നെയ്ത്തു വ്യവസായത്തിന്റെ വളർച്ചയെ സഹായിച്ചത് എങ്ങനെയെന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്.
The cotton, indigo and silk produced by the rural folks enriched the textile industry. എന്താണ് കോട്ടൺ? കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി. ഇൻഡിഗോ നീലം. സിൽക്ക് എന്ന് പറഞ്ഞാലോ പട്ടുനൂൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. The Indian weavers produced garments of different colors and quality. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. The garments made of silk, cotton and wool were important among them. അവയിൽ പ്രധാനപ്പെട്ടവ ഏതായിരുന്നു? പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. ഈ സമയത്ത് തുണിനെയ്ത്തിന് വേണ്ടി പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിംഗ് വീൽ ആൻഡ് ലൂംസ് വെയർ യൂസ്ഡ് ഫോർ വീവിംഗ്. നെയ്ത്തിന് വേണ്ടി അന്ന് ഉപയോഗിച്ച പുതിയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? സ്പിന്നിംഗ് വീൽ. സ്പിന്നിംഗ് വീൽ എന്ന് പറയുന്നത് ചർക്ക. ലൂംസ്. ലൂംസ് എന്ന് പറയുന്നത് തറികൾ. നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. അതുപോലെ തന്നെ തുണികളിൽ ചായം മുക്കുന്നതിന് പലതരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വെയർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദ ടെക്സ്റ്റൈൽ. ഗ്രാമീണ ജനത കൃഷി ചെയ്ത നീലവും അതുപോലെ തന്നെ മറ്റു നിറക്കൂട്ടുകളും ഉപയോഗിച്ച് തുണികൾക്ക് നിറം നൽകി. ഇന്ത്യൻ ടെക്സ്റ്റൈൽ വോൺ വേൾഡ് അക്ലെയിം. അങ്ങനെ ഇന്ത്യയുടെ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. കാർഷിക മേഖല നെയ്ത്ത് വ്യവസായത്തിന്റെ വളർച്ചയെ ഒരുപാട് സഹായിച്ചു. കാരണം കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളായിരുന്നു നെയ്ത്ത് വ്യവസായത്തിനായി ഉപയോഗിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിജയനഗരത്തെക്കുറിച്ച് ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി നൽകിയ ഈ വിവരണം മുതലാണ്. നിക്കോളോ കോണ്ടി എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ടൗൺസ് ആൻഡ് ട്രേഡ്. മധ്യകാലഘട്ടത്തിലെ വിജയനഗരത്തിലെ നഗരങ്ങളെക്കുറിച്ചും അക്കാലത്തെ വാണിജ്യ കേന്ദ്രങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ദ ഗ്രേറ്റ് ടൗൺ വിജയനഗര ഈസ് സിറ്റുവേറ്റഡ് നിയർ സ്റ്റീപ്പ് മൗണ്ടൻ റേഞ്ചസ്. സ്റ്റീപ്പ് മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴുക്കാം തൂക്കായ മലനിരകൾ. വിജയനഗരം എന്ന മഹാനഗരി കിഴുക്കാം തൂക്കായ മലനിരകൾക്കരികിലാണ്. There are attractive gardens and groves in this town. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളുമുണ്ട്. അപ്പോൾ വിജയനഗരം വളരെ ഭംഗിയുള്ള ഒരു നഗരമായിരുന്നു. അടുത്തു പറയുന്നത് The markets of these prosperous towns are full of costly goods. ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. അക്കാലത്ത് മാർക്കറ്റുകളെല്ലാം തന്നെ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി പറഞ്ഞിരിക്കുന്നത്. ഹു വാസ് ദ ഇറ്റാലിയൻ ട്രാവലർ കം ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്ന ഇറ്റാലിയൻ സഞ്ചാരി ആരായിരുന്നു? നിക്കോളോ കോണ്ടി. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടി ആയിരുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. The agricultural progress created favorable condition for the prosperity of trade and commerce. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മധ്യകാലഘട്ടത്തിലെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യമൊരുക്കി. അങ്ങനെ കൃഷി വികസിച്ചതിനോടൊപ്പം മധ്യകാലഘട്ടത്തിൽ വാണിജ്യവും പുരോഗതി നേടി. ഇനി നമുക്ക് പുറംനാടുകളിൽ പ്രിയപ്പെട്ട ഇന്ത്യൻ വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി എറ്റ്സെട്ര വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. വിദേശികൾക്ക് പ്രിയപ്പെട്ട ഇന്ത്യൻ വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ. ടെക്സ്റ്റൈൽസ് തുണിത്തരങ്ങൾ. ലെതർ, ലെതർ എന്ന് പറഞ്ഞാൽ തുകൽ. അടുത്ത് പറയുന്നത് ജെംസ്. എന്താണ് ജെംസ്? രത്നങ്ങൾ. സാൻഡൽ ചന്ദനം. അടുത്ത് പറയുന്നത് മെറ്റൽസ് ലോഹങ്ങൾ. അതുപോലെ തന്നെ പേൾ, പേൾ എന്ന് പറഞ്ഞാൽ മുത്ത്. ഐവറി ആനക്കൊമ്പ്. ഈ വിഭവങ്ങളെല്ലാം പുറംനാടുകളിൽ
ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ലിസ്റ്റ് ദ ഇന്ത്യൻ കമ്മോഡിറ്റീസ് വിച്ച് വെർ ഇൻ ഗ്രേറ്റ്ലി ഡിമാൻഡ് ഫോറിനേഴ്സ് ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ വിദേശീയർക്ക് പ്രിയപ്പെട്ട ഇന്ത്യൻ വിഭവങ്ങൾ പട്ടികപ്പെടുത്തുക. ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി. ഏതൊക്കെയാണ്? ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവയാണ് മധ്യകാലഘട്ടത്ത് വിദേശ രാജ്യങ്ങളിൽ പ്രിയപ്പെട്ട വിഭവങ്ങൾ. മധ്യകാലത്ത് ഈ വിഭവങ്ങൾ തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാരെത്തി. ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറംനാട്ടുകാർ ആരെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദ ഫോറിനേഴ്സ് ഹു എൻഗേജ്ഡ് ഇൻ ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറംനാട്ടുകാർ ആരൊക്കെയാണ്? ചൈനീസ്, ചൈനക്കാർ, അറബ്സ്, അറബികൾ, പോർച്ചുഗീസ്, പോർച്ചുഗീസുകാർ, ഡച്ച്, ഡച്ചുകാർ, ഇംഗ്ലീഷ്, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ച്, ഫ്രഞ്ചുകാർ. ഹു വെയർ ദ ഫോറിനേഴ്സ് എൻഗേജ്ഡ് ഇൻ ട്രേഡ് വിത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാര ബന്ധം നടത്തിയിരുന്ന വിദേശീയർ ആരൊക്കെയാണ്? ചൈനീസ്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇവരാണ് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ. ടെക്സ്റ്റ് ബുക്കിൽ ഈ ബോക്സിൽ നൽകിയിട്ടുള്ള കാലിക്കോ ആൻഡ് കാലിക്കറ്റ്, കാലിക്കോയും കാലിക്കറ്റും എന്താണ് എന്ന് നമുക്ക് നോക്കാം. കോട്ടൺ ടെക്സ്റ്റൈൽസ് വെയർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. കോഴിക്കോട് നിന്ന് പരുത്തിത്തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ദീസ് ടെക്സ്റ്റൈൽസ് വെയർ നോൺ ആസ് കാലിക്കോ ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ്. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് കാലിക്കോ? കോട്ടൺ ടെക്സ്റ്റൈൽസ് വെയർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. ദീസ് ടെക്സ്റ്റൈൽസ് വെയർ നോൺ ആസ് കാലിക്കോ ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ്. കോഴിക്കോട് നിന്ന് പരുത്തിത്തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് കോഴിക്കോട് വാസ് കാൾഡ് കാലിക്കറ്റ് ബൈ ദ യൂറോപ്യൻസ്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന തുണിത്തരങ്ങളായതുകൊണ്ട് ഈ തുണിത്തരങ്ങളെ യൂറോപ്യന്മാർ കാലിക്കോ എന്ന് വിളിച്ചിരുന്നു. വീണ്ടും പാഠപുസ്തകത്തിൽ 2 സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പുകൾ നൽകിയിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഇബ്നു ബത്തൂത്ത, ദ സെക്കൻഡ് വൺ റാൽഫിച്ച്. ഇവരുടെ സഞ്ചാരക്കുറിപ്പുകൾ വായിക്കുന്നതിന് മുമ്പ് ഇവർ ഏതു രാജ്യത്ത് നിന്നാണ് വന്നത്, ഏത് കാലഘട്ടത്തിലാണ് വന്നത് എന്ന് നോക്കാം. സൽത്തനത്ത് കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ ട്രാവലറാണ് ഇബ്നു ബത്തൂത്ത. ഹു വാസ് ദി മൊറോക്കൻ ട്രാവലർ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ സൽത്തനത്ത് പീരീഡ്. സൽത്തനത്ത് കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി ആര്? ഇബ്നു ബത്തൂത്തയാണ് സൽത്തനത്ത് കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി. ദ സെക്കൻഡ് വൺ റാൽഫിച്ച്. റാൽഫിച്ച് ഇംഗ്ലീഷ് ട്രാവലറാണ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലാണ് റാൽഫിച്ച് ഇന്ത്യ സന്ദർശിച്ചത്. ഹു വാസ് ദി ഇംഗ്ലീഷ് ട്രാവലർ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി ആരാണ്? റാൽഫിച്ച്. ഓർമ്മിച്ച് വെക്കണം, ഇബ്നു ബത്തൂത്ത സൽത്തനത്ത് കാലത്തും റാൽഫിച്ച് മുഗൾ കാലഘട്ടത്തിലുമാണ് ഇന്ത്യ സന്ദർശിച്ചത്. സൽത്തനത്ത് കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത ആ കാലഘട്ടത്തിലെ നഗരങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദ ടൗൺസ് ഇൻ ഇന്ത്യ ആർ ഹൈലി പോപ്പുലസ് ആൻഡ് വെൽത്തി. അന്നത്തെ ഇന്ത്യയിലെ നഗരങ്ങൾ എങ്ങനെയുള്ളതെന്നാണ് പറയുന്നത്? ഹൈലി പോപ്പുലസ് ആൻഡ് വെൽത്തി. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അടുത്ത് പറയുന്നത് ദ സ്ട്രീറ്റ്സ് ഓഫ് ദ സിറ്റീസ് വെയർ ഫ്ലഡഡ് വിത്ത് ഡൈവേഴ്സ് ഗുഡ്സ്. നഗരങ്ങളുടെ തിരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ കാലഘട്ടത്തിലെ കമ്പോളങ്ങളിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തു പറയുന്നത് ഡൽഹി ആൻഡ് ദൗലത്താബാദ് ആർ കളർഫുൾ സിറ്റീസ്.
വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. അക്കാലത്തെ നഗരങ്ങളെപ്പറ്റി ഇബ്നു ബത്തൂത്ത പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. വാട്ട് ആർ ദ ഇൻഫർമേഷൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് അബൌട്ട് ദ സിറ്റീസ് ഓഫ് ദാറ്റ് പീരീഡ് ഫ്രം ദ ട്രാവലോഗ് ഓഫ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് ആ കാലഘട്ടത്തിലെ നഗരങ്ങളെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കും? ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ദ ടൗൺസ് ഇൻ ഇന്ത്യ വെയർ ഹൈലി പോപ്പുലസ് ആൻഡ് വെൽത്തി. ഇന്ത്യയിലെ പട്ടണങ്ങൾ ഉയർന്ന ജനസംഖ്യയുള്ളതും സമ്പന്നവുമായിരുന്നു. ദ സ്ട്രീറ്റ്സ് ഓഫ് ദ സിറ്റീസ് വെയർ ഫ്ലഡഡ് വിത്ത് ഡൈവേഴ്സ് ഗുഡ്സ്. നഗരങ്ങളിലെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഡൽഹി ആൻഡ് ദൗലത്താബാദ് വെയർ കളർഫുൾ സിറ്റീസ്. ഡൽഹിയും ദൗലത്താബാദും വർണ്ണാഭമായ പട്ടണങ്ങളായിരുന്നു. ഇബ്നു ബത്തൂത്തയുടെ വിവരണത്തിൽ നിന്ന് അക്കാലത്തെ നഗരങ്ങളെപ്പറ്റി കുറേയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫിച്ചിന്റെ വിവരണത്തിൽ നിന്ന് ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്ന് നോക്കാം. ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗ്ഗർ ദാൻ ലണ്ടൻ, ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്തു തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ഈസ് എ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരമായിരുന്നു. റാൽഫിച്ചിന്റെ വിവരണത്തിൽ നിന്ന് തന്നെ അന്നത്തെ നഗരങ്ങൾ എന്തുമാത്രം വലുതും സമ്പന്നവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതായിരുന്നു ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും. അതുപോലെ ഡൽഹി വലുതും സമ്പന്നവുമായിരുന്നു എന്നാണ് റാൽഫിച്ച് പറയുന്നത്. ഇനി നമുക്ക് അക്കാലത്തെ ടൗൺസ്, അതായത് നഗരങ്ങൾ എവിടെയാണ് രൂപപ്പെട്ടത് എന്ന് നോക്കാം. ടൗൺസ് ഡെവലപ്ഡ് എറൗണ്ട് ദ പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. അക്കാലത്ത് നഗരങ്ങൾ വളർന്നു വന്നത് എവിടെയാണ്? എറൗണ്ട് ദ പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ എറ്റ്സെട്ര വെയർ ദ ടൗൺസ് ദാറ്റ് ഡെവലപ്ഡ് ദിസ് വേ. ഇത്തരത്തിൽ ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ച് വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. വിച്ച് ആർ ദ ടൗൺസ് ദാറ്റ് ഡെവലപ്ഡ് എറൗണ്ട് ദി പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ച് വളർന്നു വന്ന നഗരങ്ങൾ ഏതെല്ലാം? ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര. ഇനി ഇവിടെയുള്ള നഗരവാസികളെ കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെയായിരുന്നു നഗരവാസികൾ എന്ന് നമുക്ക് നോക്കാം. ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഓഫീസേഴ്സ്, സെർവൻസ്, സ്ലാവ്സ് ആൻഡ് സോ ഓൺ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ അർബൻ പോപ്പുലേഷൻ. ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കൈത്തൊഴിലുകാർ. ട്രേഡേഴ്സ് വ്യാപാരികൾ. ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥർ. സെർവൻസ് പരിചാരകർ. സ്ലേവ്സ് അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. ആരൊക്കെയായിരുന്നു നഗരവാസികൾ? ആർട്ടിസൻസ് കൈത്തൊഴിലുകാർ, ട്രേഡേഴ്സ് വ്യാപാരികൾ, ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥർ, സെർവൻസ് പരിചാരകർ, സ്ലേവ്സ് അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് മെഡീവൽ ഇന്ത്യ ഫ്രം ദ ഗിവൺ മാപ്പ്. മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തുക എന്നാണ് ചോദ്യം. നമുക്ക് ഭൂപടം നിരീക്ഷിച്ച് മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഡൽഹി, ആഗ്ര, അഹമ്മദാബാദ്, സൂറത്ത്, പൈത്താൻ, ഹംപി, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, മധുര, തഞ്ചാവൂർ, ഉറയൂർ, മഹാബലിപുരം, കാഞ്ചീപുരം, മൂർഷിദാബാദ്, കൽക്കത്ത, ധാക്ക. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് മെഡീവൽ ഇന്ത്യ ഫ്രം ദ ഗിവൺ മാപ്പ്. മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ
ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര, അഹമ്മദാബാദ്, സൂറത്ത്, പൈത്താൻ, ഹംപി, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, മധുര, തഞ്ചാവൂർ, ഉറയൂർ, മഹാബലിപുരം, കാഞ്ചീപുരം, മൂർഷിദാബാദ്, കൽക്കത്ത, ധാക്ക. ഇനി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഡിസ്കസ് ദ കോമൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ദ പ്രോഗ്രസ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ട്രേഡ് സെന്റേഴ്സ്. ദക്ഷിണേന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളുടെ പുരോഗതിയെ സഹായിച്ച ഭൂമിശാസ്ത്രപരമായ പൊതുസവിശേഷത എന്തെന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സതേൺ ഇന്ത്യ, അതായത് ദക്ഷിണ ഇന്ത്യ, ഇന്ത്യയുടെ തെക്കുഭാഗത്തെ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് പൊതുവായ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നമുക്കാദ്യം നോക്കാം. ഇവയാണ് ദക്ഷിണേന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ. ഈ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. സൗത്ത് ഇന്ത്യയിലെ ട്രേഡ് സെന്റേഴ്സ് മുഴുവൻ സമുദ്രതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് അവരുടെ വാണിജ്യ പുരോഗതിയെ ഏറെ സഹായിച്ചു. വാട്ട് വെയർ ദ കോമൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ദ പ്രോഗ്രസ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ട്രേഡ് സെന്റേഴ്സ്? ദക്ഷിണേന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളുടെ പുരോഗതിയെ സഹായിച്ച ഭൂമിശാസ്ത്രപരമായ പൊതുസവിശേഷത എന്താണ്? നമ്മളിപ്പോൾ ഭൂപടത്തിൽ നിന്ന് വളരെ വ്യക്തമായി നിരീക്ഷിച്ചതാണ്. സൗത്ത് ഇന്ത്യയിലെ ട്രേഡ് സെന്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സമുദ്ര തീരത്തായിരുന്നു. മെയിൻ ട്രേഡ് സെന്റേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ വെയർ സിറ്റുവേറ്റഡ് ഇൻ ദ കോസ്റ്റ് ലൈൻ. ദിസ് ഹെൽപ്ഡ് ടു പ്രൊമോട്ട് ദ ട്രേഡ് വിത്ത് ഫോറിൻ കൺട്രീസ് ത്രൂ സീ ആൻഡ് ദസ് അറ്റൈൻ പ്രോഗ്രസ് ഇൻ ട്രേഡ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ സമുദ്ര തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വിദേശ രാജ്യങ്ങളുമായി കപ്പൽ വഴിയുള്ള വ്യാപാരം ത്വരിതപ്പെടുത്തുകയും അങ്ങനെ വാണിജ്യ പുരോഗതി കൈവരിക്കുകയും ചെയ്തു. ഈ ഭൂമിശാസ്ത്രപരമായ പൊതു സവിശേഷത ദക്ഷിണേന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളുടെ പുരോഗതിയെ ഏറെ സഹായിച്ചു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ബെർണിയർ ആ കാലഘട്ടത്തിലെ തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന ഈ കുറിപ്പ് മുതലാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ബെർണിയർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ബിഗ് റൂംസ് വെയർ കാർഖാനാസ് ഫങ്ഷൻ ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ്. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് എന്നാണ് ബെർണിയർ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ഒരു പുതിയ പദം പഠിച്ചു, കാർഖാനാസ്. എന്താണ് കാർഖാനകൾ എന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ വിവരണത്തിന്റെ ബാക്കി ഭാഗം നോക്കാം. വാട്ട് വെയർ കാർഖാനാസ്? എന്തായിരുന്നു കാർഖാനകളെന്ന് പാഠപുസ്തകത്തിൽ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. നമുക്കത് പഠിക്കാം. കാർഖാനാസ് വെയർ ദി സെന്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. എന്താണ് കാർഖാനകൾ? കാർഖാനാസ് വെയർ ദി സെന്റേഴ്സ് that produced and supplied goods for the palaces of the Mughal kings and nobles. അതായത് മുഗൾ ഭരണകാലത്ത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് വേണ്ട വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്നത് കാർഖാനകളിൽ നിന്നാണ്. കാർഖാനകളിൽ നിന്ന് സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമായിരുന്നോ? ഇല്ല. ഇവിടെ സാധാരണക്കാർക്ക് വാങ്ങാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് എന്നാണ് ബെർണിയർ പറഞ്ഞിരിക്കുന്നത്. ഇനി കാർഖാനകളിൽ നിലനിന്നിരുന്ന ചില തൊഴിലുകളെ കുറിച്ചാണ് പറയുന്നത്. എംബ്രോയിഡറേഴ്സ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം, ഗോൾഡ് സ്മിത്സ് ഇൻ അനദർ, ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് റൂംസ്. എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? എംബ്രോയിഡറേഴ്സ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം. എംബ്രോയിഡറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രത്തുന്നൽ നടത്തുന്നവർ. ഒരു മുറിയിൽ മേൽനോട്ടക്കാരനു കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. ഗോൾഡ് സ്മിത്ത് ഇൻ അനദർ. ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്യുന്നവരാണ്? സ്വർണ്ണപ്പണിയെടുക്കുന്നവർ. അപ്പം മറ്റൊരു മുറിയിൽ സ്വർണ്ണപ്പണിയെടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഡയേഴ്സ്, അതായത് ചായം പൂശുന്നവർ. അതുപോലെ കോബ്ലേഴ്സ്, ചെരിപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. ബെർണിയറുടെ ഈ വിവരണത്തിൽ നിന്ന് തന്നെ കാർഖാനകളിൽ നിലനിന്നിരുന്ന തൊഴിൽ കൂട്ടങ്ങളെപ്പറ്റി
നിങ്ങൾക്ക് മനസ്സിലായി കാണും. വിച്ച് ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ ദി കാർഖാനാസ്? ഏതെല്ലാം തൊഴിൽ കൂട്ടങ്ങളായിരുന്നു കാർഖാനകളിൽ ഉണ്ടായിരുന്നത്? എംബ്രോയിഡറേഴ്സ്, ചിത്രത്തുന്നലുകാർ, ഗോൾഡ് സ്മിത്ത്സ്, സ്വർണ്ണപ്പണിക്കാർ, ഡയേഴ്സ്, ചായം പൂശുന്നവർ, കോബ്ലേഴ്സ്, ചെരിപ്പുണ്ടാക്കുന്നവർ. കാർഖാനകളെ പറ്റിയും അവിടുത്തെ തൊഴിൽ കൂട്ടങ്ങളെ പറ്റിയുമാണ് ഫ്രഞ്ച് സഞ്ചാരിയായ ബെർണിയറിന്റെ വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. ദി ലൈഫ് സ്റ്റൈൽ, ഡ്രസ്സിംഗ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ആർ എക്സ്റ്റെൻസീവ്ലി വേരിഡ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. വളരെ വൈവിധ്യമാർന്ന വസ്ത്രധാരണ രീതിയും ഭക്ഷണരീതിയും ജീവിത രീതിയുമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ടവർണിയർ പറയുന്നത്. അടുത്ത് പറയുന്നത് extravagantly, colorfully dressed people and those sparsely clad were also found here. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ആ കാലഘട്ടത്തിലെ സോഷ്യൽ ലൈഫിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരും നാമമാത്രമായ വസ്ത്രങ്ങൾ ധരിക്കുന്നവരും ഉണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ആ കാലത്ത് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി സോഷ്യൽ ലൈഫ് ഓഫ് ദി പീരീഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ? ഈ വിവരണത്തിൽ നിന്ന് അന്നത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കും? Social and economic inequalities existed among the people back then. Let us see what they were. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. അവ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം. Social status was determined on the basis of caste, occupation and wealth. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലെന്നാണ് പറയുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ജാതിയുടെയും, ഒക്യുപ്പേഷൻ, തൊഴിലിൻ്റെയും, ആൻഡ് വെൽത്ത്, സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ കാലത്ത് സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത്. ആ കാലത്ത് ഉയർന്ന സാമൂഹിക പദവികൾ ആർക്കൊക്കെയായിരുന്നു? കിങ്സ്, ലോർഡ്സ്, priests, officers, etc. enjoyed higher social status. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. ആ കാലത്ത് സാമൂഹിക പദവിയിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നത് ആർക്കൊക്കെയാണ്? കിങ്സ്, രാജാക്കന്മാർ, ലോർഡ്സ്, പ്രഭുക്കന്മാർ, പ്രീസ്റ്റ്സ്, പുരോഹിതന്മാർ, ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥർ. സാമൂഹിക പദവിയിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നവരെ നമുക്ക് മനസ്സിലായി. സാമൂഹിക പദവിയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ ആരൊക്കെയായിരുന്നു? ദോസ് ഹൂ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ്ഡ് ടു ലോവർ സോഷ്യൽ സ്ട്രാറ്റ. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു. ഏറ്റവും താഴെത്തട്ടിൽ ആരൊക്കെയെന്നാണ് പറയുന്നത്? കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവരാണ് സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ഉണ്ടായിരുന്നത്. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഈവിൾ കസ്റ്റംസ് ലൈക്ക് ദി സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ധാരാളം അസമത്വങ്ങൾ അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവിയായ അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളിൽ നിന്നും ആ കാലത്തെ വിജ്ഞാന പുരോഗതിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് നോക്കാം. വി ദ ഇന്ത്യൻസ് ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതു ഭാഷയിലും സംസാരിക്കാനാകും. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അതേഴ്സ് ടു മാസ്റ്റർ അവർ ലാംഗ്വേജ്. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻസ് ഡു നോട്ട് ഗോ അബ്രോഡ് ഇൻ സെർച്ച് ഓഫ് നോളജ്. വിജ്ഞാന സമ്പാദനത്തിന്
മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. ഇറ്റ് ഈസ് ദി പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് ഹു കം ടു ഇന്ത്യ. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നിരുന്നു എന്ന് അമീർ ഖുസ്രുവിന്റെ ഈ വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെസ്, പഞ്ചതന്ത്ര സ്റ്റോറീസ് ആൻഡ് മാത്തമെറ്റിക്സ് ആർ ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദി വേൾഡ്. ചെസ് എന്ന് പറഞ്ഞാൽ ചതുരംഗം, അതുപോലെ പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. ലോകത്തിന് ഇന്ത്യ നൽകിയ എന്തൊക്കെ സംഭാവനകളെ കുറിച്ചാണ് അമീർ ഖുസ്രു പറഞ്ഞിരിക്കുന്നത്? ചെസ്, ദി പഞ്ചതന്ത്ര സ്റ്റോറീസ് ആൻഡ് മാത്തമെറ്റിക്സ്. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം. ഈ വിവരണത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ വൈജ്ഞാനിക പുരോഗതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹു വാസ് ദി പോയിറ്റ് ലീവ്ഡ് ഡ്യൂറിംഗ് ദ സൽത്തനത്ത് പീരീഡ്. സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവി ആരായിരുന്നു? അമീർ ഖുസ്രു. അമീർ ഖുസ്രുവാണ് സൽത്തനത്ത് കാലത്ത് ജീവിച്ച പ്രശസ്ത കവി. മധ്യകാലഘട്ടത്തിൽ വൈജ്ഞാനിക രംഗങ്ങളിൽ മറ്റെന്തൊക്കെ പുരോഗതിയാണ് കൈവരിച്ചത് എന്ന് നമുക്ക് നോക്കാം. We have discussed നളന്ദ യൂണിവേഴ്സിറ്റി in the previous class. നളന്ദ സർവകലാശാലയെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നളന്ദ സർവകലാശാല പുരാതന ഇന്ത്യയിലെ സർവകലാശാലയായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലാണ് നളന്ദ സർവകലാശാല ജന്മമെടുക്കുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനാണ് ഇത് പണി കഴിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള 2000 അധ്യാപകരും 10,000-ഓളം വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു. സെവറൽ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് എക്സിസ്റ്റഡ് ഇൻ മെഡീവൽ ഇന്ത്യ ആസ് വെൽ. പുരാതന കാലത്തെ നളന്ദ സർവകലാശാല പോലെ തന്നെ മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഫ്ലോക്ക്ഡ് ടു ദീസ് സെന്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് നോളജ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി. അത്രമാത്രം പ്രശസ്തമായിരുന്നു മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ വിജ്ഞാന പുരോഗതി. ഇനി ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ വിദ്യാകേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദി എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് ഇൻ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര ആൻഡ് ഡൽഹി വെയർ റിമാർക്കബിൾ എമോങ് ദം. ഇവയിൽ ശ്രദ്ധേയമായ വിദ്യാകേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി. വിച്ച് ആർ ദി എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് ഇൻ ദി മെഡീവൽ ഇന്ത്യ? മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിദ്യാകേന്ദ്രങ്ങൾ ഏവ? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര ആൻഡ് ഡൽഹി. അടുത്തു പറയുന്നത് ആസ്ട്രോണമി ആൻഡ് മാത്തമെറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂറിംഗ് ദി പീരീഡ്. ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം, അതുപോലെ മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. ലീലാവതി ബൈ ഭാസ്കരാചാര്യ വാസ് എ ഫേമസ് വർക്ക് ഇൻ മാത്തമാറ്റിക്സ്. ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. ഹു ഈസ് ദ ഓഥർ ഓഫ് ലീലാവതി, എ ബുക്ക് ഓൺ മാത്തമാറ്റിക്സ്? ഗണിതശാസ്ത്ര ഗ്രന്ഥമായ ലീലാവതി രചിച്ചതാര്? ആരാണ് ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്? ഭാസ്കരാചാര്യർ. ഭാസ്കരാചാര്യരാണ് ലീലാവതി എന്ന ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്. ഒബ്സർവേറ്ററീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ ആൻഡ് ബനാറസ്. ഒബ്സർവേറ്ററീസ് എന്ന് പറഞ്ഞാൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ. ഈ കാലഘട്ടത്തിൽ ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. വിച്ച് ആർ ദി ഇമ്പോർട്ടന്റ് ഒബ്സർവേറ്ററീസ് ഓഫ് മെഡീവൽ ഇന്ത്യ? മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ ആൻഡ് ബനാറസ്. അതുപോലെ തന്നെ സെവറൽ ടെക്സ്റ്റ് വെയർ ട്രാൻസ്ലേറ്റഡ് ഇൻടു പേർഷ്യൻ. നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അക്കാലത്ത് ഇന്ത്യ എത്രമാത്രം വൈജ്ഞാനിക രംഗത്ത് പുരോഗതി കൈവരിച്ചിരുന്നു എന്നാണ്. എക്സാമിൻ ദി പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ മെഡീവൽ ഇന്ത്യ ഇൻ ദി ഫീൽഡ് ഓഫ് ലേണിംഗ്. മധ്യകാല ഇന്ത്യ വിജ്ഞാന രംഗത്ത് കൈവരിച്ച പുരോഗതി പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരം.
സെവറൽ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് എക്സിസ്റ്റഡ് ഇൻ മെഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിൽ നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഫ്ലോക്ക്ഡ് ടു ദീസ് സെന്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് നോളജ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി. ദ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് ഇൻ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര ആൻഡ് ഡൽഹി വെയർ റിമാർക്കബിൾ എമോങ് ദം. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു. ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. ഒബ്സർവേറ്ററീസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ ആൻഡ് ബനാറസ്. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. സെവറൽ ടെക്സ്റ്റ് വെയർ ട്രാൻസ്ലേറ്റഡ് ഇൻടു പേർഷ്യൻ. നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ടു. ഇതിൽ നിന്നെല്ലാം മധ്യകാല ഇന്ത്യ വിജ്ഞാന രംഗത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ യൂണിറ്റിന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.